ദയവായിട്ട് നിങ്ങൾ ബൈബിൾ തുറന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. വാക്യം ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഉച്ചത്തിൽ വായിക്കാം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ദയവായിട്ട് ആ കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ ഒന്നടച്ച്, കണ്ണുകളെല്ലാം ഒന്നടച്ച്, അതരങ്ങളെല്ലാം ദൈവം ഭാഗ്യം ഒന്ന് തുറന്നേ, ഹൃദയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കുക. എഫ് മേജർ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കുക. മൗനമാകാതെ എല്ലാവരും ചേർന്ന് പരിസരം മറന്നൊന്ന് സ്തോത്രം ചെയ്തേ. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദൈവമഹത്വം ഇപ്പോൾ ചലിക്കട്ടെ. വൻതീര ഏളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേകനാ ആശയറ്റെന്നു തോന്നുമ്പോ ചാര തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ, പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പാരിൽ പാർക്കുമൽ പായുസി ഭാരങ്ങളധികം വേണ്ടി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. പടമോ എനിക്കായി പിളർന്ന പാറമേ. കണ്ണുകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സരപ്പളികളാ കണ്ണഞ്ചിക്കുന്ന വിധികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം കുത്തും ഞാൻ. പൊൻവീണകളിൽ പാടും ഞാൻ, പൊൻവീണകളിൽ പാടും ഞാൻ. വാരി പാർക്കുമൽ പായുസി ഭാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാൻ.
ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. രാജാതിരാജാവേ, കർത്താതി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ആത്മമണ്ഡലത്തെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഞങ്ങളുടെ നടുവിൽ ഇറക്കി നിർത്തണമേ. കൃപയുടെ വചനത്തിന്റെ സാക്ഷ്യം പറയണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഈ ജനത്തിന്റെ ബുദ്ധിയെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടെ രാത്രി. അവിടുന്ന് ചലിക്കും, വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ ജനം സ്പർശിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ അക്കരമൊന്ന് ഉയർത്തി ഉച്ചത്തിൽ കർത്താവിനെ എല്ലാവരും കൂടെ ചേർന്നൊന്ന് ആരാധിച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിന്റെ പ്രഥമ ഭാഗം സുവിശേഷങ്ങളാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷങ്ങൾ. ഈ 4 സുവിശേഷങ്ങളെ 2 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം സമവീക്ഷണ സുവിശേഷങ്ങൾ, അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ, അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസ്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവയുടെ രചനാ ശൈലി, അവയുടെ അവതരണ ക്രമങ്ങൾ, അവയുടെ വിഷയ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ സമാന്തരങ്ങളാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം അവയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് 3 സുവിശേഷകന്മാരും യേശുക്രിസ്തുവിന്റെ ജനനത്തിന് പ്രാധാന്യത നൽകിക്കൊണ്ട് ജനനം മുതലുള്ള കാര്യങ്ങൾ ചരിത്രമായി രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ അതിനൊന്നും തുനിയുന്നില്ല. ഈ 3 എഴുത്തുകാർ വിട്ടുകളഞ്ഞ വസ്തുതകളെ ക്രോഡീകരിച്ചുകൊണ്ട് തൻ്റെ സുവിശേഷത്തെ യോഹന്നാൻ എഴുതുകയാണ്. അതിൽ തന്നെ യോഹന്നാൻ വംശാവലിയിലോ യേശുക്രിസ്തുവിന്റെ ജനനത്തിലോ അല്ല തുടങ്ങുന്നത്, ആദിയിൽ എന്ന വചനത്തിലാണ്. ആദി എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആദിയിൽ നിന്ന് വ്യത്യസ്തമായ ആദി. ഉൽപ്പത്തിയിലെ ആദി സൃഷ്ടിയുടെ ആദിയാണെങ്കിൽ യോഹന്നാൻ പറയുന്ന ആദി സകലത്തിൻ്റെയും ആദിയാണ്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു. സൃഷ്ടിപ്പിന് മുൻപുള്ള ആദി, അതാണ് യോഹന്നാൻ പറയുന്നത്. അതിൽ യോഹന്നാന്റെ എഴുത്തിന് വളരെ സവിശേഷമായ ഉദ്ദേശമുണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ ഒറ്റ വാക്യത്തിൽ തന്നെ യോഹന്നാന്റെ ലക്ഷ്യം ഭയങ്കര ക്ലാരിറ്റി ഉള്ളതായി യോഹന്നാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തുവിന്റെ നിത്യത്വം, യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം എന്നിവ മറ്റ് ഇതര വാദങ്ങളുടെ മുനെ ഒടിച്ചുകൊണ്ട്, ഇതര വാദങ്ങളെ അസ്ഥാനത്താക്കിക്കൊണ്ട് തെളിയിക്കുകയാണ് യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം. അത് സുവിശേഷം മാത്രമല്ല, അത് ലേഖനങ്ങളായാലും പ്രവചനമായാലും അങ്ങനെ തന്നെയാണ്. യോഹന്നാന്റെ എഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ വളരെ കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മറ്റെങ്ങും കാണാത്ത വിശദീകരണങ്ങളാണ്. ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ എന്നങ്ങോട്ട് തുടങ്ങി, ആൽഫ ഒമേഗ അങ്ങോട്ട് തുടങ്ങി എന്തെന്തെല്ലാം കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അടിവരയിട്ടങ്ങ് തെളിയിച്ചിരിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 3 കാര്യങ്ങൾ.
വചനത്തിന്റെ നിത്യത്വം, വചനത്തിന്റെ വ്യക്തിത്വം, വചനത്തിന്റെ ദൈവത്വം. വചനത്തിന് നിത്യത്വമുണ്ടെന്ന് പറയുന്നു, ആ വചനത്തിന് വ്യക്തിത്വമുണ്ടെന്ന് പറയുന്നു, ആ വചനം ദൈവമാണെന്ന് പറയുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ ദൈവമായ വചനം, ആ വചനം ജഡമായി തീർന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ദൈവമായ വചനം ജഡമായി തീർന്നെങ്കിൽ ആ ജഡമായി തീർന്നവനെ യോഹന്നാൻ വിളിക്കുന്ന പേര് സാക്ഷാൽ ദൈവമെന്നാണ്. ആ ദൈവം ചില ആളുകൾ പറയുന്നത് പോലെ ഒരു കുട്ടി ദൈവമായിട്ടല്ല, പിതാവാം ദൈവത്തോട് തുല്യതയുള്ള ദൈവമായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 5-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കിയാൽ മതി. ദൈവത്തെ സ്വന്തം പിതാവെന്ന് വിളിച്ച് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി എന്നാണ് വായിക്കുന്നത്. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്, ഇതാണ് അവിടുത്തെ പ്രയോഗം. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്, തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അപ്പൊ പിതാവാൻ ദൈവത്തോട് കോ ഈക്വലായി, കോ എറ്റേണലായി യോഹന്നാൻ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുക. ആ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. ദൈവരാജ്യ പ്രവേശനത്തിന്റെ യോഗ്യത പുതിയ ജനനമാണെന്ന്, അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിക്കുന്നതാണെന്ന്, രണ്ടിനെയും കൂടെ ക്രോഡീകരിച്ച് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നതാണെന്ന് നിക്കോദിമോസിനോടുള്ള സംഭാഷണത്തിൽ കർത്താവ് അവതരിപ്പിക്കുകയാണ്. അതിലെ ആദ്യത്തെ ഭാഗം വീണ്ടും ജനനത്തിന്റെ വിശദീകരണങ്ങളാണ്. ആത്മാവിനാൽ ജനിക്കുക, ദൈവരാജ്യം കാണാൻ, ദൈവരാജ്യത്തിൽ കടപ്പാൻ, ഇതല്ലാതെ വേറൊരു മാർഗമില്ല. അങ്ങനെയാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ഈ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൊടുന്നനവേ മറ്റൊരു കാര്യത്തിലേക്ക് യോഹന്നാൻ ശ്രദ്ധ തിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിച്ചത്. യേശു ക്രിസ്തുവിന്റെ വാക്ക്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആകും. അപ്പൊ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അത് മരുഭൂമിയിൽ സംഭവിച്ച ഒരു സംഭവമാണ്. ആ ഒരു ചരിത്ര സംഭവത്തെ കർത്താവ് എടുത്തു പിടിച്ചിട്ട് പറയുകയാണ്, അതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവിടെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യണം. മോശ മരുഭൂമിയിൽ എന്തിനാണ് സർപ്പത്തെ ഉയർത്തിയത്? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് അതിനുള്ള ഉത്തരങ്ങൾ കിടക്കുന്നത്. അതിന്റെ 8-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, മോശേ, ഒരഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കണം. 9-ാമത്തെ വാക്യം വായിക്കുമ്പോ അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കി. ഇവിടെ ഒരു ചോദ്യം, എന്തിനാണ് ഒരു സർപ്പത്തിന്റെ രൂപം താമ്രം കൊണ്ടുണ്ടാക്കി കൊടിമരത്തിന്റെ മേൽ തൂക്കുന്നത്? ഉത്തരം കിട്ടണമെങ്കിൽ 4-ാമത്തെ വാക്യം തൊട്ട് താഴേക്ക് വായിക്കണം. അവിടെ വായിക്കുന്നു, പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. അത് ചോദിക്കുന്നുണ്ട്, മരുഭൂമിയിൽ മരിക്കാനാണോ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. 6-ാമത്തെ വാക്യം നോക്കിക്കോണം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. അപ്പൊ ഒരു അഗ്നിസർപ്പം ഇറങ്ങിയിരിക്കുകയാണ്. അഗ്നിസർപ്പം ജനത്തെ കടിക്കുകയാണ്. കടിക്കുന്നവർ മരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മളെ വായിച്ച വാക്യത്തിൽ കാര്യം ക്ലിയർ ആണ്. ജനം ക്ഷീണിച്ചു, മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവര് 4 കാര്യങ്ങളാണ് ചെയ്തത്. 1, ദൈവത്തിനെതിരെ പിറുപിറുത്തു. 2, ദൈവമാക്കി വെച്ച ലീഡർഷിപ്പിനെതിരെ പിറുപിറുത്തു. 3, ദൈവത്തിന്റെ പ്രൊവിഷൻസിനെതിരെ പിറുപിറുത്തു. 4, ദൈവത്തിന്റെ പ്രോമിസിനെതിരെ പിറുപിറുത്തു. മറക്കരുത് ഈ കാര്യങ്ങൾ. ദൈവത്തിനെതിരെ പിറുപിറുത്തു, ലീഡർഷിപ്പിനെതിരെ പിറുപിറുത്തു, പ്രൊവിഷൻസിനെതിരെ പിറുപിറുത്തു, പ്രോമിസിനെതിരെ പിറുപിറുത്തു. പിറുപിറുപ്പ് ഒരു വലിയ പ്രശ്നമാണ്.
പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു മഹാപാപം, അങ്ങനെയാണ് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു മഹാപാപമാണ്. ഇതിവരുടെ ഒരു സന്തത സഹചാരിയായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറെ റെഫറൻസുകൾ പറയാം. നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിക്കോ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. 16-ാം അധ്യായം 2-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 11-1 ജനം പിറുപിറുത്തു. സംഖ്യാപുസ്തകം 14:30 ജനം പിറുപിറുത്തു. ഒടുവിൽ ഇതിനെയെല്ലാം കൂടെ ക്രോഡീകരിച്ച് സങ്കീർത്തനം 106:25 പറയുന്നുണ്ട്, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. എനിക്ക് തോന്നുന്നത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ വട്ടം കൂടിയിരിക്കുമ്പോ പിറുപിറുക്കുകയാണ്. സത്യത്തിൽ അവർക്കൊരു സൂപ്പർ ക്ലൈമറ്റ് അവിടെ ഉള്ളത്. പകലത്തെ ചൂടില്ല, കാരണം ഒരു മേഘസ്തംഭമുണ്ട്. മരുഭൂമിയിലെ രാത്രിയിലെ തണുപ്പില്ല, കാരണം അവിടെ ഒരു അഗ്നിസ്തംഭമുണ്ട്. ഒരു സൂപ്പർ ക്ലൈമറ്റ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കരണ്ട് കാശ് കൊടുക്കാതെ AC ക്ലൈമറ്റിൽ അവർ ജീവിക്കുക. കിളയ്ക്കാനും ജോലിക്കും ഒന്നും പോകണ്ട, രാവിലെ പുറത്തിറങ്ങിയാൽ മതി, മന്ന ഇഷ്ടം പോലെ കിട്ടും. അത് അവരവർക്ക് കൊടുത്തിരിക്കുന്ന അളവനുസരിച്ച് പെറുക്കുക, പാചകം ചെയ്ത് കഴിക്കുക. ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇറച്ചി എല്ലാം ഉണ്ട്. പക്ഷെ കൂടാരത്തിൽ പിറുപിറുപ്പ. ഇവിടെയാണ് അഗ്നിസർപ്പം ഇറങ്ങിയത്. ഈ അഗ്നിസർപ്പം ഇറങ്ങി ഈ ജനത്തെ കടിച്ചു തുടങ്ങിയപ്പോ ജനം മരിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഈ മോശയെ ഓർക്കുകയും, മോശയെ പോലൊരു ലീഡർ ഭയങ്കര. ഈ ജനം എല്ലായ്പ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ന്യായവിധിയെ ഇരന്നു വാങ്ങി ജനം മരിക്കാൻ തുടങ്ങുമ്പോ മോശ കർത്താവിന്റെ മുന്നിൽ കയറി നിൽക്കും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. ജനം മരിക്കാൻ തുടങ്ങിയപ്പോൾ മോശ കർത്താവിന്റെ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഈ ജനത്തെ നശിപ്പിക്കുകയാണെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണം. അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു ലീഡർ. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ മോശയെ സൗമ്യനായ മോശ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ഒരു ചിന്താഗതിയിലൊക്കെ ആണെങ്കിൽ എന്നെ പറഞ്ഞുകൊണ്ടല്ലേ, കണക്കായി പോയി, ഇതായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ മോശ നേരെ തിരിച്ച. ന്യായവിധി പുറപ്പെട്ടപ്പോ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവം പറഞ്ഞു, മോശേ, നീ ഒരു താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം, എന്നിട്ട് കൊടിമരത്തിന്റെ മേൽ തൂക്കണം. ഈ ഓഡിയൻസിന്റെ സെന്ററിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഏത് മനുഷ്യന്റെ കണ്ണിൽ പതിയുന്ന വിധത്തിലാണ് ആ ക്യാമറ വെച്ചേക്കുന്നത്. ഇതുപോലെ ഇസ്രായേൽ ജനത്തിന് കാണത്തക്ക വിധത്തിൽ, ഏത് ദിക്കിൽ നിന്ന് കടികൊണ്ടാലും നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ ഒരു താമ്ര സർപ്പത്തെ ഉയർത്തി നിർത്തിയിരിക്കുക. ഈ ജനം അതിനെ നോക്കിയാൽ അവർ രക്ഷപ്പെടും. ഇതാണ് അതിന്റെ സിസ്റ്റം. കർത്താവ് പറയുന്നു, മോശ അന്ന് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയില്ലേ, അതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. രാമൻ പറഞ്ഞാട്ട് അവിടെ വേണമെങ്കിൽ കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കാം. കർത്താവേ, അന്ന് സർപ്പത്തെ ഉയർത്തിയത് പാമ്പ് കടിച്ചതുകൊണ്ടല്ലേ? അതെ. അതുപോലെ ഇന്നെന്തിനാണ് മനുഷ്യപുത്രനെ ഉയർത്തുന്നത്? ഇന്നും പാമ്പ് കടിയുണ്ടെന്ന് കേട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സ്വോത്രം. ഇന്നും പാമ്പ് കടിയുണ്ട്. ഈ പാമ്പ് കടി എന്നൊക്കെ പറഞ്ഞാൽ ബാബാ സുരേഷ് പറയുന്ന ടൈപ്പ് പാമ്പല്ലെന്ന്. പുള്ളി ഏത് പാമ്പിനെ കിട്ടിയാലും അതിഥി എന്നല്ലേ പറയുന്നത്. ആ സാധനമല്ല. നമ്മൾ പറയുന്ന പാമ്പ് വേറെയാ. ഇന്ന് മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുന്ന പാമ്പ് വേറെയാ. അത് സകല മനുഷ്യരെയും കടിക്കുകയാണ്. ബാബാ സുരേഷ് പറയുന്ന പാമ്പ് കടിച്ചാൽ ആന്റിവനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ ഈ പാമ്പ് കടിച്ചാൽ ആന്റിവനം ഇല്ല. അതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, മനുഷ്യപുത്രനെ ഉയർത്തണം. രാമേ പറഞ്ഞാട്ട്. അപ്പൊ പാമ്പ് ഏതാന്ന് ആദ്യം അറിയണം. ഏതാണ് പാമ്പ്? മനുഷ്യനെ കടിക്കുന്ന പാമ്പ് ഏതാ? ഒന്ന് വായിച്ചു വന്നാൽ നല്ലതാണ്. റെഫറൻസ് പെട്ടെന്ന് പറയാം, ഒന്ന് കൂടെ നിൽക്കണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന
പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. ഇന്ന് മനുഷ്യനെ കടിക്കുന്ന പാമ്പ് ഏതാ? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന പഴയ പാമ്പ്. സ്തോത്രം. നിങ്ങൾ ആ വചനം നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. എന്നോടൊപ്പം ഉണ്ടോ? ഹാപ്പിയാണോ? സ്തോത്രം. റിവൈവിൽ പ്രസംഗിക്കണോ? എന്നോടൊപ്പം വരാമല്ലോ അല്ലേ? നമ്മൾ വരും അങ്ങോട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തെ ഭയങ്കരമായി സ്വാധീനിക്കുന്ന ഒരു ദൂതാ കേട്ടോ. നിങ്ങൾ ഇവിടെ ഇരുന്നത് കേൾക്കുമ്പോൾ മറ്റ് ചില ഏരിയകളിൽ വലിയ ചലനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഞാൻ ആ സബ്ജക്റ്റിനകത്തോട്ടൊന്ന് എൻ്റർ ആകട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന. നിങ്ങളത് ബൈലിംഗൽ ബൈബിളോ ഇംഗ്ലീഷ് ബൈബിളോ മറ്റോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ദ ഡിസീവർ ഓഫ് ദി ഹോൾ വേൾഡ്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന ഡിസീവറാണ് ഈ പാമ്പ്. ഈ ഡിസീവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഡിസീവർ. അതിന് 6 പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. 1, വഞ്ചിക്കുക. 2, ചതിക്കുക. 3, അകപ്പെടുത്തുക. 4, കബളിപ്പിക്കുക. 5, അബദ്ധത്തിൽ ചാടിക്കുക. 6, വഴിതെറ്റിക്കുക. ഇതാണ് ഈ ഡിസീവർ ചെയ്യുന്നത്, പഴയ പാമ്പ്. ഇവിടെയുള്ള ബാബാ സുരേഷിന്റെ അതിഥി കടിച്ചാൽ ഒരു പാട് കാണും, മരണമാണ് പരിണിത ഫലം. പക്ഷെ ഇതിന്റെ ദംശനമേറ്റാൽ ശാരീരിക മരണമെന്ന പ്രശ്നത്തെക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ കടി കിട്ടിയവർ, ഈ ദംശനമുണ്ടായവർ വഞ്ചിക്കപ്പെടുകയാണ്, അവർ ചതിക്കപ്പെടുകയാണ്, അവർ കബളിപ്പിക്കപ്പെടുകയാണ്, അവരെ വഴിതെറ്റിക്കുകയാണ്, അബദ്ധത്തിൽ ചാടിക്കുക. എല്ലാ വഴിതെറ്റലുകളുടെയും പിന്നിൽ, എല്ലാ അബദ്ധങ്ങളുടെയും പിന്നിൽ, എല്ലാ വഞ്ചനകളുടെയും പിന്നിൽ ഈ ദംശനമുണ്ട്. നോ ഡൗട്ട്. പിടികിട്ടുന്നുണ്ടെങ്കിലോ രാമൻ പറഞ്ഞാട്ടെ. അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം പ്ലാനോ എന്നാണ്. പ്ലാനോ എന്ന് പറഞ്ഞാൽ 3 അർത്ഥങ്ങളാണ്. ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. സത്യത്തിൽ നിന്ന് വളരെ ദൂരേക്ക് അകറ്റിക്കൊണ്ടു പോകുക. അതാണ് ഞാൻ പറഞ്ഞത്, ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. രണ്ടാമത്തെ കാര്യം, ഫൂൾസ് എവരിവൺ ഓൺ എർത്ത്. പ്രപഞ്ചത്തിലുള്ള, ഭൂമിയിലുള്ള സകലമാന മനുഷ്യരെയും ഇത് ഫൂളാക്കുക. ഫൂളാക്കുക എന്ന് പറയുമ്പോൾ വിഡ്ഢികളാക്കി കളയുക. ഈ ദംശനത്തിന്റെ പ്രശ്നമാണ്. 3, to lead the whole world into the wrong way. തെറ്റായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക. സ്തോത്രം. അതിന് പല മീഡിയം ഈ പാമ്പ് ഉപയോഗിച്ചുവെന്ന് വരും. നന്നായിട്ട് കേട്ടോണം. ചിലപ്പോൾ അതിന് മനുഷ്യരെ ഉപയോഗിക്കും, ചിലപ്പോൾ അത് സ്പിരിച്വൽ റലത്തെ ഉപയോഗിക്കും. അങ്ങനെ പല കാര്യങ്ങളാണ്. എഫെസ്യ ലേഖനം 4:14 നോക്കിക്കേ. അങ്ങനെ നാം ഇനിയും മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ കണ്ടോ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാം. ഒന്നോടൊന്ന് ശ്രദ്ധിച്ചേ. വായിച്ച പാസ്റ്ററെ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. കണ്ടോ മനുഷ്യൻ ഉപായം ഉപയോഗിച്ച്, തന്ത്രം ഉപയോഗിച്ച് തെറ്റിക്കുക. സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ. തെറ്റിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റിക്കാൻ വന്ന പുള്ളി
ഈ പറയുന്ന പഴയ പാമ്പിന്റെ ഡയറക്റ്റ് ഏജന്റാണ്. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ദൈവവചനത്തിൽ നിന്ന് അകറ്റിക്കളയത്തക്ക വിധത്തിൽ, ആരാധനയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകത്തക്ക വിധത്തിൽ, സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കത്തക്ക വിധത്തിൽ ഉപായം കൊണ്ട് സമീപിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ വ്യക്തി ഈ പഴയ പാമ്പിന്റെ ഏജന്റാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സകലമാന പ്രിയപ്പെട്ടവരും ഇത് തിരിച്ചറിയണം. സ്തോത്രം. പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ഒരു സാത്താന്യ ഏജന്റുകളും നിങ്ങളോടോ നിങ്ങളുടെ തലമുറയോടോ അടുക്കുവാൻ ഇടവരരുത്. നിങ്ങളോടോ നിങ്ങളുടെ കുടുംബങ്ങളോടോ അടുക്കുവാൻ ഇടവരരുത്. ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരൊക്കെ ആദരം തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരൊറ്റ സാത്താന്യ ഏജന്റുകളും എന്നോടോ എന്റെ കുടുംബത്തോടോ എന്റെ തലമുറയോടോ അടുക്കുവാൻ ഇടവരരുത്. അങ്ങനെയുള്ള സകല തെറ്റിച്ചു കളയുന്ന സാത്താന്യ ഏജൻസികളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ പറ്റുന്നവരൊക്കെ ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനത് പറയുമ്പോ ഇതൊരു അത്ര പരിചയമില്ലാത്തൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കും ചിലർക്കൊക്കെ ഒരു മൗനം പോലൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇതൊരു വലിയ സംഭവമാണ്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് പണ്ടത്തെ ഒരു ജനറേഷനെ അല്ല, നമ്മൾ ഡീൽ ചെയ്യുന്നത് AI ജനറേഷനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, AI ജനറേഷൻ. നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ ജനറേഷൻ ഇപ്പൊ ഇവിടെ ഉള്ളതിൽ 1ാം തലമുറയാണ്. റിജോ പാസ്റ്റർ ഞാനും ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും 2ാം തലമുറയാണ്. സ്തോത്രം. ജ്യോതിഷ് പോലെയുള്ളവരൊക്കെ 3ാം തലമുറയാണ്. സ്തോത്രം. ഈ ഇരിക്കുന്നതൊക്കെ 4ാം തലമുറയാണ്. AI ജനറേഷൻ. ഈ AI കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്, 2 വർഷത്തിനകത്ത് എന്തുമാത്രം വളർച്ചയുണ്ടായത്. 20 വർഷത്തിനകത്ത് AI ലക്ഷ്യം എന്താണെന്നറിയോ? നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ടെക്നോളജി വളരുന്നതനുസരിച്ച് ക്രൂരത വളരുകയാണ്. ഭയങ്കരമായി ക്രൂരത വളരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 14കാരനല്ലേ ഒരു പതി കഞ്ചാവിന്റെ പേരിൽ ഒരു 30കാരനെ അരുങ്കൊല ചെയ്തത്? ഒറ്റ കുത്തിന് കൊന്നുകളഞ്ഞു. നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത കാലം. നിങ്ങളുടെ വീട്ടിലെ 14കാരനെ നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്യുന്നത്? ഞാൻ പേരൻസിനോടാ ചോദിക്കുന്നത്. നിങ്ങളുടെ 14കാരനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്? നിങ്ങളുടെ 14കാരനെ പോലെ ഒരു ചെറുക്കനല്ലേ 30 വയസ്സുള്ള ഒരുത്തന്റെ നെഞ്ചത്ത് ഒറ്റ കുത്തിന് കൊന്നു കളഞ്ഞത്? ഇങ്ങനെ ഒരു ജനറേഷനെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ടെക്നോളജിയുടെ വികാസനം മാത്രമല്ല, ഈ പഴയ പാമ്പ് പിടിമുറുക്കിയിട്ട് തകർത്ത് നശിപ്പിച്ചു കളയുക. 14കാരൻ കഞ്ചാവിന് അഡിക്റ്റഡ് ആണെന്ന് നിങ്ങൾ സ്കൂൾ കോളേജ് ലെവലുകളിൽ വർക്ക് ചെയ്യുന്നവരോട് അന്വേഷിച്ചാൽ മതി. പ്രശ്നം എന്തുമാത്രം രൂക്ഷമാണെന്നറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ തെറ്റിപ്പോകരുത്. തെറ്റിക്കുന്ന സ്വാധീന മണ്ഡലങ്ങൾ വളരെ സജീവമായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയാണ് ആവശ്യം. അതുകൊണ്ട് പറഞ്ഞ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ട്. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ജോനതൻ എഡ്വേർഡ് എന്ന് പറയുന്ന ദൈവദാസൻ, ജോനതൻ എഡ്വേർഡ്, അദ്ദേഹം
സോഡക്കുപ്പി പോലുള്ള കണ്ണട ഉപയോഗിക്കുന്നയാളാ. എൻ്റെ ഈ കണ്ണടയ്ക്ക് 2.25 ഉള്ളൂ. ഇതില്ലെങ്കിൽ എനിക്ക് വായിക്കാം. 2.25 ചില കണ്ണൊക്കെ ഒന്ന് ഇറുക്കി കിടക്കണമെന്നേ ഉള്ളൂ, എനിക്ക് വായിക്കാം. പക്ഷേ ജോനതൻ എഡ്വേർഡിന്റെ കണ്ണട സോഡക്കുപ്പി കണ്ണടയാണ്. അദ്ദേഹത്തിന് അതും ഈ കണ്ണട വെച്ച് വായിക്കുക എന്ന് മാത്രമല്ല, ഈ കണ്ണട വെച്ചാൽ തന്നെ ഇങ്ങനെ പിടിച്ചു വേണം വായിക്കാൻ. അതുകൊണ്ട് തന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ജോനതൻ എഡ്വേർഡ്. 4ാം ക്ലാസ് വരെ പഠിച്ച മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യൻ വ്യാകരണമില്ലാത്ത ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. വ്യാകരണം എന്ന് പറഞ്ഞാൽ ഗ്രാമർ ഇല്ലാത്ത ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. പുള്ളി ഇങ്ങനെ പ്രസംഗിക്കുമ്പോ തൂണിലൊക്കെ ആളുകൾ ഇങ്ങനെ വട്ടം പിടിക്കുമായിരുന്നു, നരകത്തിലും മറ്റും വീഴാതിരിക്കാൻ. അത്ര പവർഫുൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്. ഈ മനുഷ്യൻ ഇങ്ങനെ പ്രസംഗിച്ച് സ്തോത്രം, ഒടുവിൽ അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെട്ടു. കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞു. ദൈവത്തെ അറിഞ്ഞവന്റെ തലമുറയെക്കുറിച്ചും ദൈവത്തെ അറിയാത്തവന്റെ തലമുറയെക്കുറിച്ചും ഒരു പഠനം നടത്തുവാൻ ഒരു കൂട്ടം തീരുമാനിച്ചു. അങ്ങനെ ദൈവത്തെ അറിഞ്ഞവന്റെ തലമുറ എന്നുള്ള വിധത്തിൽ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയെ പഠിക്കാനാണ് ഇവര് തീരുമാനിച്ചത്. 3000-ഓളം വരുന്ന തന്റെ സന്തതി പരമ്പരകളെ ഇവർ പഠനവിധേയമാക്കി. നിങ്ങൾ കേൾക്കണോ? പുകവലിക്കുന്ന ഒരുത്തൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. മദ്യപിക്കുന്ന ഒരുത്തൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒരു ക്രിമിനൽ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒറ്റ പോലീസ് കേസുള്ളവൻ ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഒറ്റ ഡിവോഴ്സ് ജോനതൻ എഡ്വേർഡിന്റെ തലമുറയിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ഉന്നത പഠനമുള്ളവരും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരുമായിരുന്നു ജോനതൻ എഡ്വേർഡിന്റെ തലമുറ മുഴുവൻ. എങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായതാണ്. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ എന്നോടൊപ്പം നിങ്ങൾ വരണം. എന്റെ പ്രിയരെ, ഇപ്പൊ കണ്ട 2 മക്കളെ കുറിച്ച് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് 2 മക്കളുണ്ട്. അവരെ കുറിച്ച് അവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ മക്കളിൽ നിന്ന് ജനിക്കാനിരിക്കുന്ന മക്കളെ കാണാൻ എന്നെ കൊണ്ട് ഇപ്പൊ നടക്കത്തില്ല. കാരണം ആ കാഴ്ചപ്പാട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ജനിപ്പാനിരിക്കുന്ന തലമുറയെ കുറിച്ച് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തെളിവ് ദാവീദിനോട് പറഞ്ഞു, നീ ആലയം പണിയത്തില്ല, നിന്റെ കാലം കഴിഞ്ഞിട്ട് നിന്റെ ഉദരത്തിൽ നിന്ന് ജനിപ്പാനിരിക്കുന്ന സന്തതി എനിക്കൊരാലയം പണിയും. സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദാവീദ് അത് എടുത്തു പറഞ്ഞു. ദാവീദ് പറഞ്ഞെങ്ങനെന്നറിയാമോ? എന്നെ ഇതുവരെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബം എന്തുള്ളൂ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള തലമുറയെ കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ജനിപ്പാനിരിക്കുന്ന തലമുറയെ കുറിച്ച് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ പറയാം, ജനിപ്പാനിരിക്കുന്ന തലമുറയെ കുറിച്ച് സംസാരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ജനിപ്പാനിരിക്കുന്ന തലമുറയെ കുറിച്ച് സംസാരിക്കുന്ന ദൈവം നമുക്കുള്ളത് കൊണ്ട് ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഉണ്ടെങ്കിൽ കർത്താവിനെ ആരാധിച്ചാട്ടെ. പോരാ ശബ്ദം ഉയർത്തി. ഉടുപ്പ് മലിനമാകാത്ത ഒരു കൂട്ടം എനിക്ക് സർദീസിലുണ്ടെന്ന്. ഇതുപോലെ നമ്മുടെ കാലം കഴിഞ്ഞാലും കർത്താവ് വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയണ, മോനെ, നിന്റെ തലമുറ ഉടുപ്പ് മലിനമാകാതെ ഈ മണ്ണിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ കാണാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ കാണാൻ തലയ്ക്ക് മീതെ കരമൊന്ന് ഉയർത്തിക്കേ. എന്നിട്ട് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, എന്റെ കാലം കഴിഞ്ഞാലും അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ ജീവിക്കുന്ന എന്റെ തലമുറ ഒരു പുകവലിക്കാരൻ ആ കൂട്ടത്തിൽ ഉണ്ടാകരുതേ, ഒരു പിന്മാറ്റക്കാരൻ ഉണ്ടാകല്ലേ, ഒരു മദ്യപാനി ഉണ്ടാകല്ലേ, കുടുംബം വേർപിരിഞ്ഞവൻ, അവൻ ഡിവോഴ്സ് ചെയ്ത ഒരുത്തൻ എന്റെ തലമുറയിൽ ഉണ്ടാകരുത്. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഈ സ്റ്റേജിൽ കയറി വന്നപ്പോ ഇവിടെ വേറൊരു പാർട്ടി ഇരിപ്പുണ്ടായിരുന്നു. പോയോ? പാസ്റ്ററുടെ കൊച്ചുവനാണ്. കൊച്ചുവനാ. സ്വതന്ത്രം. കർത്താവ് വരാൻ താമസിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റർക്ക് അവന്റെ സന്തതിയും കാണാൻ പറ്റും. ഒരു 80-85 വയസ്സൊക്കെ ആകുമ്പോഴേക്കും 4ാം തലമുറയെ കാണാൻ പറ്റും. നിങ്ങൾ മിണ്ടുന്നില്ല.
കുറഞ്ഞ പക്ഷം നമുക്കൊരു 4 തലമുറയെ കുറിച്ചുള്ള ഉത്തരവാദിത്വമെങ്കിലും ഉണ്ടാവണം. അമ്മച്ചിമാര് കേൾക്കുന്നുണ്ടോ? ഫ്രണ്ട് ഇരിക്കുന്ന കൊച്ചമ്മമാര്, ഒരു 4 തലമുറയെ കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചോണം. മനുഷ്യന്റെ ചതിയാൽ, ഉപായത്താൽ, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ എന്റെ സന്തതി പരമ്പരകളിൽ ഒന്നും കുടുങ്ങിപ്പോകരുത്. ജീസസ്. ഈ പാമ്പ് ഭയങ്കര സജീവമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. ഈ തെറ്റിച്ചു കളയുന്ന എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വയുണ്ട്. വെളിപ്പാട് പുസ്തകം 2:20 താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ, തെറ്റിച്ചു കളയുന്ന സ്ത്രീ ആരെ തെറ്റിക്കുന്നു? ആരെ തെറ്റിക്കുന്നു? മിണ്ടുന്നില്ല. കർത്താവ് പറയും എന്റെ ദാസന്മാരെ തെറ്റിക്കുന്ന. അപ്പൊ തെറ്റിച്ചു കളയുന്ന ഒരു സംഭവം ഇങ്ങനെ നടമാടുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, തെറ്റിപ്പോയ ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തെറ്റിയ കാര്യമല്ല ഞാൻ പറയുന്നത്, ഈ ദൈവവചനം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, ഈ കൃപയുടെ വചനത്തെ വിശ്വസിച്ചിട്ട്, ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയെ അനുഭവിച്ചിട്ട് തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ തെറ്റിയതല്ല, നിങ്ങളെ തെറ്റിക്കത്തക്ക വിധത്തിൽ വ്യാപരിച്ച ഒരു തന്ത്രമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പ്ലാനോ, ഡിസീവർ. അവിടെ 2 പേരുകളൂടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിശാച്, 2 സാത്താൻ. അവിടെ ആ പിശാച് എന്ന് പറയുമ്പോൾ ഡയാബോളാസ്. ഈ ഡയാബോളാസ് എന്ന് പറയുമ്പോൾ കുറ്റമാരോപിക്കുന്നവൻ, അപവാദം പരത്തുന്നവൻ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വെറുതെ നുണ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന്റെ പണിയാണ്. ചുമ്മാ അപവാദം വെറുതെ പരത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിശാചിന്റെ പണിയാണ്. നിങ്ങളെ ഏജന്റ് ആക്കുക. ഇന്നിത് വേണ്ടായിരുന്നെന്ന് റിജോ പാസ്റ്റർ എടുക്ക വരാനുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞ സത്യമാണ്. ഡയാബോളാസ്, കുറ്റം ആരോപിക്കുന്നവർ, അപവാദം പരത്തുന്നവർ. നമ്മെ അറിഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയണ്ട. അപവാദം വെറുതെ പറഞ്ഞുണ്ടാക്കുക, ഡയാബോളാസ്. അതാണ് പിശാച്. അവിടെ രണ്ടാമതൊരു പദമുണ്ട്, സാത്താൻ, ഭൂതങ്ങളുടെ നായകൻ. അതാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അന്ന് മോശയെ കടിച്ച അഗ്നി സർപ്പം അക്ഷരീക പാമ്പായിരുന്നെങ്കിൽ ഇന്നും മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഴയ പാമ്പ് അക്ഷരീകമായ പാമ്പല്ല, അത് സാത്താനുള്ള ഒരു പേരാണ്. രാമൻ പറഞ്ഞാട്ടെ. ഇതിന്റെ ദംശനം മിക്കവാറും ചിന്താമണ്ഡലങ്ങളിലും ബുദ്ധിമണ്ഡലങ്ങളിലുമാണ്. യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുപ്പാൻ സാത്താൻ യൂദയുടെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. തോന്നിയതല്ല. കമോൺ, തോന്നിയതല്ല. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? ദൈവവചനത്തിന് വൈരുദ്ധ്യമായി വല്ല തോന്നലുകളും ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആളിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നലല്ല, നിങ്ങളെ തോന്നിപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. ഇവിടെ ഒരു ഡിജിറ്റൽ മിക്സർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ ഇതിനെ എവിടെ നിന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം. സ്തോത്രം. അത് ആ ബോർഡിന്റെ മുന്നിൽ പോയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ ഗ്രൗണ്ടിൽ എവിടെ നിന്നാലും ഈ ഡിജിറ്റൽ മിക്സർ കൺട്രോൾ ചെയ്യാം. ഇതുപോലെ തെറ്റുന്ന, ഞാൻ വീണ്ടും പറയാം, തെറ്റുന്ന, ഇത് ദൈവസഭയുടെ ജനറൽ കൺവെൻഷനും കൂടെ ആണല്ലോ, പലരാണല്ലോ വന്നിട്ടുള്ളത്. പ്രേമബന്ധം ഉൾപ്പെടെ, എന്നോട് പണങ്ങല്ലേ,
പ്രേമബന്ധം ഉൾപ്പെടെ ദൈവികമല്ലാത്ത സകല ഇടപാടുകളിലും തെറ്റത്തക്ക വിധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള സ്വാധീനമോ പ്രേരണയോ ഉണ്ടെങ്കിൽ, ഞാൻ പറയാം, അത് നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വൈകാരികതയല്ല, നിങ്ങളെ തെറ്റിക്കുന്ന ഒരു വ്യാപാരം നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി തിരിച്ചു വരണം കേട്ടോ. കമോൺ, ഈ രാത്രി തിരിച്ചു വരണം, അതിനെ തിരിച്ചറിയണം. ഓ, കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമയം പറഞ്ഞാണ്. പോരാ, ശബ്ദം ഉയർത്തി, ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആത്മമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ദൂത എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരുന്ന് നിങ്ങൾ ആത്മാവിൽ പോരാടുമ്പോ ഇപ്പം നിലവിൽ നടക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നും നാളുകളിൽ നടക്കാൻ കരുതി വച്ചിരിക്കുന്ന ചില സംഭവങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ തലമുറയിൽ പുറത്തു വരാൻ പോവുകയാണ്. Glory to God. തെറ്റിച്ചു കളയുന്ന ഒരു വ്യാപാര ശക്തി. Power of God. ഞാൻ നിങ്ങളോട് പറയാം, കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ മൂല്യം നൽകുന്ന പുസ്തകം വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ ജീവിതത്തിന് മൂല്യം നൽകുന്നത് പോലെ വേറെ ഒന്നും ജീവിതത്തിന് മൂല്യം നൽകുന്നില്ല. ഇത് കളഞ്ഞിട്ടാ ചില പുള്ളികൾ പോകുന്നത്. കേട്ടെന്ന എന്റെ ചിന്ത. കേട്ടില്ലെങ്കിൽ പറയാൻ പറ്റില്ല മൈക്കിൽ കൂടെ. എന്റെ കുഞ്ഞെ, ദൈവവചനം വിട്ടു പോകരുത് കേട്ടോ. കുഞ്ഞെ, ദൈവസഭയെ വിട്ടു പോകരുത്. ഇന്ന് രാത്രി ഏതെങ്കിലും അകത്ത് പ്ലാനിങ് ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിലെ പ്ലാനിങ്ങിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഒന്ന് പോരാടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? രാധാമ സഗതൽ ജനാധന. തെറ്റിച്ചു കളയുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊളിഞ്ഞു മാറട്ടെ. ശബ്ദം ഉയർത്തി കാരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. Amen. Glory to God. ഈ പിശാചിനെ ബൈബിളിൽ പുതിയ നിയമത്തിൽ പലയിടത്തും പാമ്പിനോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെളിവ് 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യം. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അന്ന് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. പൗലോസ് പറയാ, അന്ന് ചതിച്ച സർപ്പം ഇല്ലേ, ഇന്നും ആക്റ്റീവാ. അന്ന് ഉപായത്താൽ ചതിച്ച വ്യാപാരം ഇന്നും ചതിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്ങനെ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട്. ഹല്ലേലൂയ. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇവിടെ വർക്കാകുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ശബ്ദം ഈ ഗ്രൗണ്ടിലും പരിസരങ്ങളിലും വളരെ കൃത്യമായിട്ട് കേൾക്കുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ചിന്തയ്ക്ക് ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും. ഇന്നിവിടെ പ്രസംഗം നടക്കത്തില്ലായിരുന്നു, ഡിജീസ് പാസ്റ്ററെ, നല്ല ആടി നടന്നേനെ. നമ്മുടെ ആരുടെയും ചിന്തയ്ക്ക് ശബ്ദം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മിടുക്കന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ചിന്തയ്ക്ക് ശബ്ദമില്ലെങ്കിലും നമ്മുടെ ചിന്തയെ അറിയുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഉൾഭൂമികളെ ആരായുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെങ്കിലും ഏകാഗ്രത വിടുന്നുണ്ടോ എന്നുള്ളത് എന്റെ കർത്താവിനറിയാം. ഞാനത് പറയുന്നത് പലരുടെ അകത്ത് വലിയ പ്ലാനിങ് നടക്കുക. ഈ കഴിഞ്ഞിടയ്ക്ക് കോളുകളൊക്കെ ഉണ്ടായി പിന്മാറിപ്പോയ ഒരാളോട് ഞാൻ സംസാരിച്ചു, പാസ്റ്ററെ, അച്ഛാ എന്നാ പണിയാ കാണിച്ചതെന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറയുക, 2 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു പാസ്റ്ററെ പിന്മാറിപ്പോയാൽ.
2 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രി മടങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, പഴയ പാമ്പ് ചലിക്കുന്നുണ്ട്. ആരെങ്കിലും മടങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മടങ്ങിപ്പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ അത് പറയുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ടൊരു ഒഴുക്കുണ്ടായിരുന്നു, ഇപ്പൊ തിരിച്ചൊരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വന്ന ഒഴുക്ക് ഇപ്പൊ തിരിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ പാമ്പ് ആക്റ്റീവായി എന്ന് തിരിച്ചറിയണം. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട്, നിർമ്മലത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പോളിനെ പോലെ ശക്തനായ ഒരു മനുഷ്യൻ പറയുക, എനിക്ക് പേടിയുണ്ട്, നിങ്ങൾ വഷളായി പോകുമോ? എനിക്ക് ഭയമുണ്ട്, നിങ്ങൾ വഷളായി പോകുമോ? പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരു പടി കർത്താവിനോട് അടുക്കുകയല്ലാതെ ഒരു പടി പുറമോട്ട് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ആരാധന ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ശുശ്രൂഷ ജീവിതത്തിൽ ഒരു പടി പുറകോട്ട് വെക്കരുത്. ഒരാമയും പറഞ്ഞാട്ടെ. ഞാന് ചർച്ച് ഓഫ് ഗാഡിലെ പാസ്റ്ററാണ്. ഒരു സാധാരണ ഒരു ലോക്കൽ സഭയുടെ പാസ്റ്റർ. ഞങ്ങൾക്ക് സെന്ററിന് പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ സോണലിന് പാസ്റ്ററുണ്ട്, ഞങ്ങൾക്ക് ഒരു ഓവർസിയർ ഉണ്ട്, ഞങ്ങൾക്കൊരു സൂപ്രണ്ട് ഉണ്ട്. ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞെന്ന് വരും. ചിലപ്പോൾ ഓവർസിയറോ സൂപ്രണ്ടോ ഒക്കെ വഴക്ക് പറഞ്ഞെന്ന് വരുമെന്ന്. അതിന്റെ പേര് പിണങ്ങി ഇനി ഞാൻ ശുശ്രൂഷയ്ക്കില്ല. ഇനി എഴുന്നേക്കാതിരിക്കുകയാണ്, ഞാൻ മിഠായി മേടിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ ശുശ്രൂഷയ്ക്കില്ല, ഇനിയും ഞാൻ വേറെ പണിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് രാമേ പറഞ്ഞേ. ഏകാഗ്രത മുറിയാൻ അനുവാദമില്ല. അവിടെ പിശാചിനെ പഴയ പാമ്പെന്നാണ് വിളിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം എന്നാണ് പറയുന്നത്. ആമേൻ. ഇതെന്താ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെന്താ ചെയ്യുന്നേ? ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പാമ്പല്ല. ഇത് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നു. ഈ പാമ്പ് ഇത് പ്രലോഭിപ്പിച്ചിട്ട് പാപത്തിലേക്ക് നയിക്കുന്നു, ദൈവത്തോടുള്ള അനുസരണക്കേടിലേക്ക് നയിക്കുന്നു. നിങ്ങൾ 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാൽ പൗലോസ് തെസ്സലോനിക്ക സഭയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? കിട്ടിയോ? പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്ന് ഭയപ്പെട്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ഞാൻ ആളിനെ അയച്ചു എന്നാ പറയുന്നത്. ആ വാക്ക് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. തെസ്സലോനിക്ക സഭ വലിയ പീഡനത്തിനകത്തോടെ പോകുമ്പോൾ പൗലോസ് പറയുകയാണ്, എനിക്ക് പേടിയുണ്ടായിരുന്നു, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയോ എന്നൊരു പേടി. ഇതെല്ലാം ഈ പഴയ പാമ്പിന്റെ വ്യാപാരമാണ്. സ്തോത്രം. ഇപ്പം ഞാനൊന്ന് നിർത്താൻ പോവാ. 10 മണി വരെ പ്രസംഗിച്ചോളാം റിജോ പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. 9:50 നിർത്താം. സ്തോത്രം. ഇപ്പൊ ഓഫറിംഗ് ആണ്, പേടിക്കേണ്ട, സമയത്ത് നിർത്താം, ചുമ്മാ പറഞ്ഞതാ. ഇപ്പൊ ഓഫറിംഗ് ആണ്. അതിനുശേഷം വേഗം നമുക്ക് ദൈവദിനത്തിലേക്ക് വരാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസറോട് 1-2 അറിയിപ്പുകൾ. നാളെ പകൽ ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സിസ്റ്റർ സേഫ രാജ് പകൽക്കാലം ശുശ്രൂഷിക്കും. വൈകുന്നേരം പാസ്റ്റർ അജയ് ആന്റണി. എല്ലാവരും പ്രാർത്ഥനയോട് കടന്നു വരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും.
സ്നേഹ കടൽ ക്രിസ്തേശു നൽകും കരുണാപുരമേ ഹേ രക്ഷയായ സ്നേഹ കടൽ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്തെ വീണ്ടവർ സൗജന്യമായി ലോകത്തെ വീണ്ടവർ പ്രവാഹമേ നിൻ പ്രവാഹമേ നിൻ പ്രവാഹമെന്നെ ഒഴുക്കിയിടണമേ നിൻ പ്രവാഹമേ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുക്കിയിടണമേ കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാൾ ആകാംക്ഷയോടെ നിന്നെ മടങ്ങുകിൽ നീ വീടും നീര മടങ്ങുകിൽ നീ വീടും നീര പ്രവാഹമേ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുക്കാതിരുന്ന നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ ഒഴുക്കാതിരുന്ന ഹല്ലേലൂയ. ശബ്ദമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിന്റെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാണ്. Glory to God. ഹല്ലേലൂയ. ഈ തെറ്റിച്ചു കളയുന്ന വ്യാപാര ശക്തി ഇതിന്റെ ഒരു 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 പൊതു സ്വഭാവം വഞ്ചിക്കുക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, 1000 ആണ്ട് കഴിയുമ്പോഴും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും. ആ വാക്കുണ്ടോ? വഞ്ചിക്കുക. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു, എന്താ ഉച്ചത്തിൽ പറ. വഞ്ചിക്കുന്നു. ഈ വഞ്ചിക്കുന്നു എന്ന് പറയുമ്പം 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപ്രതിമയായി ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുക. ഈ വഞ്ചിക്കുന്ന വ്യാപാര ശക്തി മനസ്സിനെ കുരുടാക്കുക. എത്ര സത്യമായി സുവിശേഷം പ്രസംഗിച്ചാലും ഇവനിത് മനസ്സിലാകത്തില്ല. കുരുടാക്കുക, കുരുടാക്കി കളയുക. ഹല്ലേലൂയ. വഞ്ചിക്കുന്നു. ഈ വഞ്ചനയുടെ വേറൊരു പ്രശ്നമാണ് വ്യാജമായ അടയാളങ്ങൾ. 2 തെസ്സലോനിക്ക ലേഖനം 2:9 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്യങ്ങളൊക്കെ എന്നോടൊപ്പം ഒന്ന് വായിച്ചു വന്നാൽ വളരെ നല്ലതാ കേട്ടോ. സ്തോത്രം. ബൈബിളൊക്കെ തുറന്ന് വെച്ചോ, നോക്കിയാൽ നല്ലതാ. 2 തെസ്സലോനിക്ക ലേഖനം 2:9 വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും. എന്തൊക്കെയാ? 4 കാര്യങ്ങൾ. വ്യാജമായ ശക്തി, വ്യാജമായ അടയാളം, വ്യാജമായ അത്ഭുതം, അനീതിയുടെ സകല വഞ്ചന. കണ്ടോ? എല്ലാം വ്യാജം.
ഗ്ലോറി. ഈ കാലഘട്ടത്തിൽ ഇത് ഭയങ്കര സജീവമായിട്ട് നിലനിൽക്കുക. ഞാനതങ്ങ് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം നമ്മൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു, കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെയും തെറ്റിക്കുവാൻ. ഈ പാമ്പ് വളരെ ആക്റ്റീവാണ്. വഞ്ചിക്കുക, തെറ്റിക്കുക. അതിന്റെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചാലേ, ഈ എത്ര കൃത്യമായിട്ട് ദൈവവചനത്തെ അടുക്കടുക്കായിട്ട് പറഞ്ഞാലും സ്വാധീനിക്കപ്പെടാത്ത ആളുകൾ ദുരുപദേശം ഒറ്റ പ്രസംഗം പ്രസംഗിച്ചാൽ മതിയല്ലോ, പുറകെ പൊക്കള്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കൂടുതൽ ദൈവദാസന്മാർക്കായിരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ ചാർട്ടിട്ട് പ്രസംഗിച്ചാൽ മനസ്സിലാകത്തില്ല. പക്ഷെ ഒരു റോങ് മെസ്സേജ് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ പുറകെ ആള് അങ്ങ് പോകും. അതിന്റെ കാരണം ആ ബാക്കപ്പ് അതാ. പാസ്റ്റർ അങ്ങനെ ഒരു വാക്യമുണ്ട് കേട്ടോ, 1 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചും ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയും. ആ ഭോഷ്ക് പറയുന്നവരുടെ കപടമെന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഡിവോട്ടിംഗ് ദംസെൽവ്സ് ടു സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻസ് ആൻഡ് ഫോളോയിങ് ഡീമൺ ഇൻസ്പയർഡ് തിയറീസ് ആൻഡ് റെവലേഷൻസ്. ഞാനിവിടെ ഒരു കാര്യം പറയാം. ഏത് റെവലേഷൻ പറഞ്ഞാലും കുഴപ്പമില്ല, പുസ്തകത്തിൽ നിന്നായിരിക്കണം. ഏത് വെളിപ്പാട് പറഞ്ഞാലും ഇതിനകത്ത് കാണണം. നമ്മൾ ഏത് ടെർമിനോളജി ഉപയോഗിച്ചാലും ഇതിനകത്ത് കാണണം. ഈ പുസ്തകത്തിൽ ഇല്ലാത്തവര് പുത്തൻ വെളിപ്പാട് തട്ടിവിടുമ്പോ ഓർത്തോണം, പുസ്തകത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഇൻസ്പയർഡ് ബൈ ഡീമൺസ്. അതാണ് നമ്മൾ വായിച്ചത്. ആമേൻ. ഡീമൺ ഇൻസ്പയർഡ് റെവലേഷൻസ് ആൻഡ് തിയറീസ്. Glory to God. Hallelujah. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ റെവലേഷനെ അംഗീകരിക്കരുത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? പോരാ, ശബ്ദം ഉയർത്തി. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ റെവലേഷനെ അംഗീകരിക്കരുത്. പുസ്തകത്തിൽ ഇല്ലാത്ത ഒറ്റ തിയറി അംഗീകരിക്കരുത്. പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം പറയുമ്പോ എന്താണ് ആളുകൾ പുറകെ പോകുന്നത്? അതിന്റെ പിന്നിൽ ഒരു സ്പിരിച്വൽ ബാക്കപ്പ് ഉണ്ട്. ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ ഡീമൺ സ്പിരിറ്റിന്റെയും വ്യത്യാസം പറയാം, സ്വാധീനത്തിന്റെ വ്യത്യാസം. ഈ പരിശുദ്ധാത്മാവ് ഭയങ്കര ജെന്റിലായിട്ടാണ് ചലിക്കുന്നത്. കർത്താവ് പറയുന്ന ഉത്സവത്തിന്റെ മഹാദിനമേ ഒടുക്കത്തെ നാളിൽ നിന്നിട്ട് യേശു പറയുക, ദാഹിക്കുന്നവനെല്ലാം. അപ്പൊ പരിശുദ്ധാത്മാവുമായി കണക്ട് ആകണമെങ്കിൽ കൃത്യമായ ദാഹം വേണം. പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആകണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അനുസരിച്ച് കാത്തിരിക്കണം, കൃത്യമായി കാത്തിരിക്കണം. അപ്പോസ്തലന്മാര് തന്നെ 10 ദിവസം കാത്തിരുന്നിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. ഇതാണ് പരിശുദ്ധാത്മാവ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം വായിക്കുമ്പോൾ വസ്ത്രത്തെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറണം. എന്നിട്ട് മൂപ്പന്മാരെ വിളിക്കുന്നുണ്ട്, പുരോഹിതന്മാരെ വിളിക്കുന്നുണ്ട്, മണവാളനെ വിളിക്കുന്നുണ്ട്, മണവാട്ടിയെ വിളിക്കുന്നുണ്ട്, മുല കുടിക്കുന്ന പൈതങ്ങളെ വരെ വിളിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഉപവസിക്കാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യോബേൽ 2:28 പറഞ്ഞ അതിന്റെ ശേഷമോ സകല ജനത്തിനു മേലെ ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഇതൊരു ഈസി ടാസ്ക് അല്ല പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. എല്ലായിടത്തും ഒന്നും പകരുന്നതല്ല പരിശുദ്ധാത്മാവ്. ആരാണോ വിശുദ്ധരാകുന്നത് അവരുടെ മേലാണ് പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നത്. പക്ഷേ ഈ ഡീമൺ സ്പിരിറ്റ് അങ്ങനെ അല്ലെന്ന്. യോഹന്നാൻ 10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വേറെ വഴിയായി വരുന്നവൻ. ഇടയൻ വാതിലൂടെയാണ് കയറുന്നതെങ്കിൽ കള്ളൻ വേറെ വഴിയായി വരുന്നു. പാവം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ഒന്ന് നിന്നു കൊടുത്താ മതി, ഈ പുള്ളി ബാക്കി കാര്യം ചെയ്തോളൂ. പക്ഷെ പരിശുദ്ധാത്മാവ് നേരെ തിരിച്ച. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പ്രൈസ് ദി ലോർഡ്.
പുസ്തകത്തിന് പുറത്തുള്ള ഒരു റെവലേഷൻസിനെയും തിയറീസിനെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. നല്ല ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഇതിൽ കൂടുതൽ വിശദീകരിക്കാനായിട്ട് സമയത്തിന് പരിധിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഒരു ബൈബിൾ സ്റ്റഡിയോ മറ്റോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ഇതിനെ വിശദീകരിക്കുമായിരുന്നു. ഹല്ലേലൂയ. തെറ്റിക്കുന്ന പഴയ പാമ്പ് മോശയുടെ കാലഘട്ടത്തിൽ കാണാമായിരുന്നു. അത് കടിക്കുന്നത്, കടിച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, മരിക്കും. പക്ഷെ ഇതങ്ങനല്ല, ഇത് കാണാൻ പറ്റത്തില്ല. പഴയ പാമ്പ് ഇത് പലരുടെ അകത്ത് കയറി സ്വാധീനിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇത് പറയുന്നത് ഇന്ന് മാത്രമല്ല, നാം ഈ മണ്ണിൽ ജീവിക്കുന്നിടത്തോളം കർത്താവ് മടങ്ങി വരുന്നത് വരെ തിരിച്ചറിയത്തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയദൃഷ്ടിയുടെ പ്രകാശനം സംഭവിക്കത്തക്ക വിധത്തിൽ ഒരു സത്യത്തെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം. യേശു പറയുകയാണ്, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. ഇന്ന് പഴയ പാമ്പ് വഞ്ചിക്കാതിരിക്കാൻ, തെറ്റിച്ച് കളയാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മനുഷ്യപുത്രനെ ഉയർത്തണം. ശബ്ദം ഉയർത്തി ഒരാമയം പറഞ്ഞാട്ട് ഒന്നുകൂടെ പറയാം, മനുഷ്യപുത്രനെ ഉയർത്തണം. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ വേദികൾ എന്തിന്? മനുഷ്യപുത്രനെ ഉയർത്താൻ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ വേദികൾ എന്തിന്? മനുഷ്യപുത്രനെ ഉയർത്താൻ. Praise the Lord. യേശു ക്രിസ്തുവിനെ ഉയർത്തണം. ഈ മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തെ ഉയർത്തണം. രണ്ട്, അവിടുത്തെ പാപപരിഹാര പദ്ധതിയെ വെളിപ്പെടുത്തണം. നിങ്ങളൊപ്പം പറഞ്ഞേ, നമ്മുടെ പ്രസംഗങ്ങളിൽ ഇതാണ് വെളിപ്പെടേണ്ടത്. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവം വെളിപ്പെടണം. യേശുക്രിസ്തുവിന്റെ പാപപരിഹാര പദ്ധതി വെളിപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യപുത്രനെ ഉയർത്തുകയാണ്. എന്നോടൊപ്പം ഉണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യപുത്രനെ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഞാനത് വിശദീകരിക്കാം. മനുഷ്യപുത്രന്റെ കഷ്ടാനുഭവത്തെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സ്തോത്രം. യേശു എനിക്ക് വേണ്ടി മരിച്ചതാണെന്ന് സ്തോത്രം തിരിച്ചറിയുക, അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യുക എന്നാണ്. നമ്മൾ ഈ കർത്താവിനെ വിളിക്കുന്ന ഒരു പേരാണ് മരണമില്ലാത്തവൻ. നിത്യൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരണമില്ലാത്തവൻ എന്നാണ്. മരണമില്ലാത്തവനാണ്, അമർത്യൻ. 1 തിമോഥെയോസ് 6:15-16 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, താൻ മാത്രം അമർത്യതയുള്ളവൻ. നമ്മുടെ കർത്താവ് ആരാ? ഉച്ചത്തിൽ പറ, നമ്മുടെ കർത്താവ് ആരാ? ആ അമർത്യനായവൻ നമ്മളെ പോലെ ഒരു ജഡം ധരിച്ചു. എബ്രായലേഖനം 2 അതാ വായിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുവും നമ്മെ പോലെ ജഡവും രക്തവും ഉള്ളവനായി ഇറങ്ങി വന്നെന്ന്. എന്നിട്ട് അവിടുന്ന് മരിച്ചു. മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തുകൊണ്ടാണ് മരിച്ചെന്നറിയാം? നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ, നിൻ മരണം കൊണ്ടെന്റെ, എനിക്ക് കീബോർഡ് ഇവിടെ തരാമോ? വന്നരകം നീ അകറ്റി. പാടിക്കേ. നിൻ മരണം കൊണ്ടെന്റെ വന്നരകം നീ അകറ്റി. എനിക്ക് നരകം ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ, നമുക്കെല്ലാവർക്കും നരകം ഉണ്ടായിരുന്നു. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, നരകം മറയില്ലാതെ കിടക്കുകയായിരുന്നു, പാതാളം തുറന്നു കിടക്കുകയായിരുന്നു. നമ്മൾ നരകത്തിലേക്കാണ് യാത്ര ചെയ്തത്.
പക്ഷെ യേശു വന്നു നമുക്ക് വേണ്ടി മരിച്ചു. യേശുവിന്റെ മരണത്തെ വിളിക്കുന്ന പേര് വിക്കേറിയസ് ഡെത്ത് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ടലാണ്, പകരമാണ്. പകരം, നമുക്ക് പകരമായി മരിച്ചു. ആരാണ് മരിക്കേണ്ടത്? ആരാ മരിക്കേണ്ടത്? പാസ്റ്റർ ജിജോയാണ് മരിക്കേണ്ടത്. ആരാണ് മരിക്കേണ്ടത്? പാസ്റ്റർ റിജോയാണ് മരിക്കേണ്ടത്. ആരാണ് മരിക്കേണ്ടത്? റെജിയാണ് മരിക്കേണ്ടത്. ഞാൻ മരിക്കേണ്ട ഇടത്ത് യേശു മരിച്ചു. ഓ ജീസസ്, ജീസസ്, ജീസസ്. അവിടെ നമുക്ക് വേണ്ടി മരിച്ചു. അവിടുന്ന് മരിച്ചപ്പോ അവിടുത്തെ മരണം നമ്മുടെ മരണമായിട്ട് കണക്കാക്കി. ഹല്ലേലൂയ. അതാ നമ്മൾ പാടുന്നത്. നിൻ മരണം കൊണ്ടെന്നെ വന്നരകം നീയകറ്റി, നിൻ മരണം കൊണ്ടെന്റെ. ജനമൊന്ന് പാടിക്കേ. നിൻ മഹത്വം തേടി എക്കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ, എക്കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എനിക്ക് വേണ്ടി മരിച്ചെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു കേട്ടോ. ദൂരത്തിരുന്ന് ഈ ദ്രോഹിയാമെന്നെ, ദൂരത്തിരുന്ന് ഈ ദ്രോഹിയാമെന്നെ ചാരത്തണ ചീടുവാൻ ഏറ്റു കഷ്ടം, ചാരത്തണ ചീടുവാൻ ഏറ്റു കഷ്ടം. കാരുണ്യനായകൻ കാൽവറി ക്രൂശിൽ കാട്ടിയതാ അൻപിതോ, അൻപിതോ, അൻപിതോ. നമ്മൾ ദൂരത്തിരുന്ന ദ്രോഹികളാണ് കേട്ടോ. കൊള്ളരുതാത്തവർ, അഭക്തർ. ഈ നമുക്ക് വേണ്ടി, ദ്രോഹികളായ നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. അഥവാ യേശു. ഹല്ലേലൂയ. ഇത് പറയുക എന്നുള്ളത് ഈ സമയങ്ങള് കൺവെൻഷനെതിരെ ഒരു സോഷ്യൽ മീഡിയ പ്രചാരം നടക്കുന്ന സമയമാണ്. സോഷ്യൽ മീഡിയ നിരന്തരമായി യൂസ് ചെയ്യുന്നവർ അത് കണ്ടിട്ടുണ്ടോ? അതൊന്നും കേട്ട് നിങ്ങൾ മീറ്റിംഗ് നടത്താതിരിക്കരുത് കേട്ടോ. റജി പാസ്റ്ററെ വിളിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇന്നലെ പ്രസംഗിച്ച KJ തോമസിനെയും നാളെ വരാൻ പോകുന്ന പാസ്റ്റർ അജി ആന്റണിയും വിളിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾ യോഗം നടത്തണം, യോഗം നടത്തണം, യേശുവിനെ ഉയർത്തണം. ഈ പാമ്പിന്റെ ശക്തി പൊളിയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. യേശു പറഞ്ഞു മനുഷ്യപുത്രനെ ഉയർത്തണം, ഉയർത്തണം. ഹല്ലേലൂയ. അതിന് സാധ്യമായതെല്ലാം ചെയ്യണം. മനുഷ്യപുത്രനെ ഉയർത്തണം. ഞാൻ പറയാം, ഉയർത്താൻ കൊള്ളാവുന്ന ഇയാൾ മനുഷ്യപുത്രനാണ്, യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിൽ വല്ലതും പറയാൻ കൊള്ളാമെങ്കിൽ അത് ക്രൈസ്റ്റിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ 5-21 വാക്യത്തിൽ പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശുവാരാണ് പാപമറിയാത്തവൻ. പാപമറിയാത്തവനെ പാപമാക്കി. യേശു ക്രിസ്തു പാപമറിയാത്തവനാണെന്ന് പറയുമ്പോ
നിങ്ങൾ ആ ഭാഗം ശരിക്കും ശ്രദ്ധിക്കണം. ഒരു പരിഭാഷ പറയുന്ന ക്രൈസ്റ്റ് നെവർ സിൻഡ് ബട്ട് ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പക്ഷേ ഗോഡ് ട്രീറ്റഡ് ഹിം ആസ് എ സിന്നർ. എവിടെ? കുരിശിൽ. കുരിശിൽ. അവിടുന്ന് പാപം അറിയാത്തവനാ കേട്ടോ, പാപം അറിയാത്തവനാ. ആമേൻ. യോഹന്നാൻ 8:46 യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്, പാപം ഒഴികുന്ന സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ. എബ്രായ ലേഖനം 7:26 പറയുന്നുണ്ട്, അവിടുന്ന് പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേർപെട്ടവനാണ്. പവിത്രൻ സമം ഹോളി, നിർദോഷൻ സമം ഇന്നസെന്റ്, നിർമ്മലൻ സമം ഫോൾട്ട്ലെസ്, പാപികളോട് വേർപെട്ടവൻ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിഭാഷ, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിന്നേഴ്സ്. ഒരു പാപിയാലും അവിടുന്ന് ഇൻഫ്ലുവൻസ്ഡ് അല്ലായിരുന്നു. സ്തോത്രം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. പത്രോസ് പറഞ്ഞു, അവൻ പാപം ചെയ്തിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താം? അതുകൊണ്ട് നമ്മൾ പറയുന്ന പവിത്രനാണ്. ദൂതന്മാരെന്നാ പറയുന്നത്? ഹോളി ഹോളി ഹോളി. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. Praise the Lord. ഈ യേശുവിനെ ഉയർത്തണം, ഈ യേശുവിനെ ഉയർത്തണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മുറ്റങ്ങളിൽ യേശുവിനെ ഉയർത്തണം. അതിന് ബ്രിട്ടീഷ് അക്വസ്റ്റിക്കിന്റെ ലൈനറെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് 6 സബ്വൂഫർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിന് 32 ചാനൽ ഡിജിറ്റൽ മിക്സർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു കൊച്ചു മൈക്ക് സെറ്റ് ആണേലും വെച്ചിട്ട് യേശുവിനെ ഉയർത്തണം. 72ാമത് ജനറൽ കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്താണെന്ന് അറിയാമോ? യേശുവിനെ ഉയർത്തുക എന്നുള്ളതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ജീസസ്. ഈ RS വിജയരാജ് കർത്താവിദാസൻ എഴുതിയ ഒരു നല്ല പാട്ടുണ്ട്, ജി മൈനർ. ഒരു നല്ല പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. ഈ ഒരായുസ്സേ നമുക്ക് ഉള്ളു സോദര ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിക്കാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിപ്പാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിപ്പാൻ. ഒന്ന് പഠിക്കും. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിപ്പാൻ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര ദൈവത്തിനായി ജീവിപ്പാൻ. ഒറ്റ ആയുസേ ഉള്ളു കേട്ടോ, ഒറ്റ ആയുസേ ഉള്ളു. അതൊക്കെ തന്നെ ഭയങ്കര ഹ്രസ്വമാണ്. നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാനൊരു 3 മാസം മുമ്പ് കാനഡയിൽ ഒരു മീറ്റിംഗിന് ചെന്നു. ഇതുപോലെ പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ മുന്നോട്ട് വന്നു. ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ആ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന കുഞ്ഞിനൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു, ഇവൻ എന്നാ പറ്റിയെന്ന്. എന്നോട് പറഞ്ഞത്, പാസ്റ്ററേ, ഇവൻ 8 വയസ്സുള്ളപ്പോ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നതാ. രാവിലെ എഴുന്നേറ്റപ്പോ ഒരു സൈഡ് ഇല്ല കേട്ടോ. സ്തോത്രം. 8 വയസ്സുകാരന് സ്ട്രോക്ക്. 8 വയസ്സുകാരന് സ്ട്രോക്ക്. 8 വയസ്സുകാരന് സ്ട്രോക്ക് വരുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. ഇന്നലെ കോട്ടയത്ത് ഞങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീ മരിച്ചു. വയസ്സ് 38. 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖം. എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗം. 5 ദിവസം ആശുപത്രി കിടന്നു. ഒരു ദിവസത്തെ ചികിത്സാ ചെലവ് 3.5 ലക്ഷം രൂപ. 5 ദിവസം കൊണ്ട്
17.5 ലക്ഷം രൂപ ചെലവാക്കി. സ്തോത്രം. 5-ാം ദിവസം ആള് മരിച്ചുപോയി. ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. എന്നോട് പടങ്ങല രാമേ പറ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിന് ചെന്നപ്പോ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ ചോദിച്ചു എന്നാ? എന്നോട് പറയാ, 40 മുഴകളുണ്ട് പാസ്റ്റർ ശരീരത്തിൽ, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. ഒരു കപ്പ് ഐസ്ക്രീമാ കഴിച്ചത്, അത്രേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒറ്റ ആയുസ്സേ ഉള്ളൂ, 1.25 ആയുസ്സില്ല. ഈ ആയുസ് യേശുവിനെ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. ഗ്ലോറി, ഗ്ലോറി. ഞാൻ യേശുവിനെ ഉയർത്തുമെന്ന് പറയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഞാൻ യേശുവിനെ ഉയർത്തും, ഈ ആയുസ്സിൽ ഞാൻ യേശുവിനെ ഉയർത്തും. അങ്ങനെ പറയുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തി പിടിച്ചേ. അങ്ങനെ പറയുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തി പിടിച്ചേ. പറഞ്ഞാലും ചിന്തിച്ചാലും പാടിയാലും പ്രസംഗിച്ചാലും യേശു ഉയരണം. ജീസസ്. ഈ രാത്രി ഞാൻ പറയാം, മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും മറ്റ് സർവത്തെക്കാളും യേശുവാണ് വലിയവനെന്ന് ഈ വേദിയിൽ നിന്ന് ഞാൻ ഉറക്കം പ്രഖ്യാപിക്കുമ്പോൾ ഈ രാത്രി ആത്മമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സംഭവിച്ചു തുടങ്ങിയാണ്. നമ്മൾ ഈ പന്തലിന്റെ കീഴിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനകൾ അധിവസിക്കുന്ന ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി വലിയ പാച്ചിലുകൾ സംഭവിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി കരമടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. കേട്ടോ, പാപമറിയാത്തവനെ പാപമാക്കി. അർപ്പണങ്ങളിലൂടെയല്ല പാപപരിഹാരം, തർപ്പണങ്ങളിലൂടെയല്ല പാപപരിഹാരം, കർമ്മങ്ങളിലൂടെയല്ല പാപപരിഹാരം, തീർത്ഥയാത്രകളിലൂടെയല്ല പാപപരിഹാരം, നേർച്ച കാഴ്ചകളിലൂടെയല്ല പാപപരിഹാരം. അത് യേശുവിലൂടെയാണെന്ന്, യേശുവാണ് ജയാളിയെന്ന് ഉറക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് യേശുവിനെ ഉയർത്തുക എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പ്രസംഗവേദികൾ യേശുവിനെ ഉയർത്താനാണ്. നമ്മുടെ സഭകൾ യേശുവിനെ ഉയർത്താനാണ്. സഹോദരങ്ങളെ, കോളേജിൽ പഠിക്കുന്ന മക്കൾ ഒന്ന് കരം ഉയർത്തിക്കേ. കോളേജിൽ പഠിക്കുന്ന മക്കൾ ഒന്ന് കരം ഉയർത്തിക്കേ. സ്കൂളിൽ പഠിക്കുന്നവരെന്ന് കരം ഉയർത്തേ. സ്കൂളിലും കോളേജിലും പഠിക്കുന്നവരെന്ന് കരം ഉയർത്തിക്കേ. നിങ്ങൾ കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നത് അപ്പനും അമ്മയും ഇല്ലാത്തവരിടത്ത് ഒരു ഫ്രീ ബാഡായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, യേശുവിനെ ഉയർത്താൻ വേണ്ടിയാണ്. യേശുവിനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം. അടുത്തിരിക്കുന്നവരോട്, ആമേൻ, ചേർന്ന് നടക്കുന്നവരോട് യേശുവിനെ കുറിച്ച് പറയണം. ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ളത് യേശുവിലാണെന്ന് നീ പറയുമ്പോഴാണ് നിന്റെ വാക്കുകളിലൂടെ യേശു ഉയരുന്നത്. യേശു ഉയർത്തപ്പെട്ടാൽ അതാണ് നമ്മൾ വായിക്കുന്നത്. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ ഏവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റെനി ജോർജിനെ നിങ്ങൾക്കറിയത്തില്ലേ? റെനി ജോർജ്, കരിക്കമ്പില കൊലക്കേസിലെ പ്രതി. അപ്പന്റെ പ്രായമുള്ള, അമ്മയുടെ പ്രായമുള്ള, അപ്പനെ പോലെ സ്നേഹിച്ച, അമ്മയെ പോലെ സ്നേഹിച്ച വൃദ്ധ ദമ്പതികളെ ആരുംകൊല ചെയ്ത ഒരു മനുഷ്യൻ. റെനി ജോർജിനും പാപപരിഹാരമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. തങ്കമണി കൊലക്കേസിലെ പ്രതി ഗീതാകൃഷ്ണന് പാപമോചനമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. വലപ്പാട് ജോസ് എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് പാപപരിഹാരമുണ്ട് യേശു ഉയർത്തപ്പെട്ടാൽ. ഹല്ലേലൂയ. യേശു ഉയർത്തപ്പെട്ടാൽ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് കേട്ടോ. യേശു ഉയർത്തപ്പെട്ടാൽ ആത്മഹത്യകൾ ക്യാൻസൽ ചെയ്യപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ രാമേ പറഞ്ഞു. യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ആത്മഹത്യ യേശു ഒഴിവാക്കത്തേ ഉള്ളൂ. എത്രയിടങ്ങളിൽ കർത്താവ് വ്യക്തിപരമായി ഇറങ്ങിയിട്ടുണ്ട്.
ഇന്ന് രാത്രിയിലും യേശു വ്യക്തിപരമായി ഇറങ്ങി ചിലരുമായിട്ട് കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടോ? യോഹന്നാൻ 12:32 പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. സാധാന്യ മണ്ഡലങ്ങൾ നമ്മുടെ കൺവെൻഷൻ വേദികളെ തിരിച്ചു കേട്ടോ. പണ്ട് കാലഘട്ടത്തിലൊക്കെ കൺവെൻഷൻ വേദി സ്തോത്രം അവസാനിക്കുമ്പോ കൂട്ടമായി ആളുകൾ രക്ഷിക്കപ്പെടുമായിരുന്നു. ഓർക്കുന്നില്ലേ പഴയ പാട്ട്? വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, വാ നീ യേശുവിങ്കൽ വാ. വിളിക്കുക, വാ വാ. എങ്ങനെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്? പക്ഷെ നമ്മുടെ ട്രെൻഡ് മാറി, നമ്മുടെ ട്രെൻഡ് മാറി. യേശുവിനെ നമ്മൾ മറന്നു കളഞ്ഞു. എല്ലാം ഉണ്ട്, പക്ഷേ യേശു ഉയർത്തപ്പെടുന്നില്ല. ഗ്ലോറി. യേശു ഉയർത്തപ്പെടുന്നില്ല. ഈ രാത്രി ഒരു തിരിച്ചു വരവ്. കർത്താവിനോട് പറയും, എനിക്കൊരായുസ്സുണ്ടെങ്കിൽ അത് യേശുവിനെ ഉയർത്താനാണ്. ഞാന് ഈ വചനത്തിൽ വിശ്വസിച്ച് പറയാം, എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സുവിശേഷ വേദികളിൽ, നമ്മുടെ കൺവെൻഷൻ വേദികളിൽ, നമ്മുടെ പ്രസംഗ വേദികളിൽ ആളുകൾ കൂട്ടമായി വിടുവിക്കപ്പെടും. യേശു ഉയർത്തപ്പെടണം. യേശു ഉയർത്തപ്പെടാതെ ആരെ ഉയർത്തിയിട്ട് ഒരു കാര്യമില്ല. പ്രസ്ഥാനത്തെ ഉയർത്തിയിട്ട് കാര്യമില്ല, ലീഡേഴ്സിനെ ഉയർത്തിയിട്ട് കാര്യമില്ല. യേശുവിനെ ഉയർത്തണം. യേശുവിനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം, യേശുവിനെ ഉയർത്തണം. നമ്മുടെ തലമുറകൾ യേശുവിനെ കാണണം. ഞാനത് പറയുമ്പോ നിങ്ങൾ കേൾക്കണേ. പൗലോസ് പറയുന്നുണ്ട്, അത്രയുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഛേദമെന്ന് എണ്ണി. വേടത്ത് പൗലോസ് പറയുന്നുണ്ട്, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ചോദ്യം, പോളെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയത്തില്ലേ? പൗലോസിന് പലതും അറിയാം. എന്നോട് ഇപ്പൊ ഗ്രീക്ക് പ്രസംഗിക്കാൻ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. ഞാൻ വേണമെങ്കിൽ സ്തോത്രം ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എപ്സിലോൺ എന്നൊക്കെ വേണേ പറയും. എനിക്ക് ഗ്രീക്ക് പ്രസംഗിക്കാൻ അറിയില്ല. സ്തോത്രം. പൗലോസിന് ഗ്രീക്കിൽ പ്രസംഗിക്കാൻ അറിയാം. പൗലോസിന് അരാമ്യ ഭാഷയിൽ പ്രസംഗിക്കാൻ അറിയാം. അദ്ദേഹത്തിന് എബ്രായ ഭാഷ പ്രസംഗിക്കാൻ അറിയാം. അദ്ദേഹത്തിന് സാഹിത്യം പറയാൻ അറിയാം. അതുകൊണ്ടാണ് ഫെസ്തോസ് പറഞ്ഞത്, വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ തന്റെ ഫിലോസഫിയെയും തന്റെ ജ്ഞാനത്തെയും മുഴുവൻ യേശുക്രിസ്തുവിനെ ഒരു തട്ടിലും ഇവയെ മറ്റൊരു തട്ടിലും വെച്ചിട്ട് തൂക്കി നോക്കിയപ്പോ യേശുക്രിസ്തുവിന്റെ തട്ട് വളരെ താണു കിടക്കുക. പൗലോസിന് മനസ്സിലായി, തന്റെ ഫിലോസഫി തന്റെ ജ്ഞാനമൊന്നുമല്ല, യേശുവാണ് വലുത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിനെ അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയണ്ട. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? യേശുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാഗ്വൈഭവത്തോടെ അല്ലതാനും സാഹിത്യം പറയുന്നത് കൊണ്ട്, ഭാഷയുടെ ആ പ്രയോഗങ്ങൾ നടത്തുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിന് അല്പമെങ്കിലും മങ്ങൽ വരുമെങ്കിൽ, യേശു ഉയരേണ്ടിടത്ത് പ്രഭാഷകൻ ഉയരുമെങ്കിൽ വാഗ്വൈഭവവും വേണ്ട, യേശു ഉയർന്നാൽ മതി. Glory to God. Glory to God. Glory to God. നമ്മുടെ തലമുറകൾ കാണേണ്ടത് യേശുവിനെയാണ്, യേശുവിനെയാണ്.
അതുകൊണ്ട് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. നമ്മുടെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം വിടുതലാണ്, രോഗസൗഖ്യമാണ്. നമ്മുടെ എല്ലാം പ്രധാന വിഷയം വീഴ്ചയാണ്, ദൈവസ്തംഭം, മഹാശ്ചര്യം, എനിക്ക് കിട്ടണം പണം. നോ, ക്രൈസ്റ്റ്. ക്രൈസ്റ്റ്. ഞാൻ ഈ ഉപദേശത്തിന്റെ സവിശേഷത പറയാം. യോഹന്നാൻ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ എനിക്ക് ഇച്ചിരി മോനിട്ടർ തരണേ, നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാർ ആകും. പാസ്റ്റർ, നമ്മളെല്ലാം അവിടെ അങ്ങ് നിർത്തും കേട്ടോ. അടുത്ത വാക്ക് എന്നാന്നറിയോ? അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല. 1 യോഹന്നാൻ 3:3, അവൻ നിർമ്മലനാകുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കണം. ഞാൻ പറയാം, നിജേഷ് പാസ്റ്റർ, ഈ പ്രസംഗിക്കുന്ന ഞാൻ, സ്തോത്രം, മരണ വീടുകളിലൊക്കെ എന്നെ സാധാരണ പ്രസംഗിക്കാൻ വിളിക്കും. എന്നേലും ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ പോവും. സ്തോത്രം, എപ്പോഴേലും ഒരു സമയം ഉണ്ടാക്കി പോവും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, എന്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇതെല്ലാം പ്രസംഗിക്കുന്ന ഞാൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ 1 യോഹന്നാൻ 3:3 മറക്കരുത്. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ശംഭു തിരുമി കാജാവീടി അടിച്ച് ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് കാലാപ്പാനി മേടിച്ച് അടിച്ച് തെക്കും നടക്കുന്ന ചേട്ടനെ അടക്കുമ്പോ ഞങ്ങൾ പറയും, പോയി വിശ്രമിച്ചു പോ, കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. പാസ്റ്റർ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചർച്ചിൽ ഒരിക്കൽ പോലും ആരാധനയ്ക്ക് വരാത്ത ഒരാളെ ഞാൻ അടക്കി. നിങ്ങൾ ചോദിക്കുക അതെന്തിനാണെന്ന്. അച്ഛൻ്റെ 5 മക്കളും അവരുടെ കുടുംബവും അച്ഛൻ്റെ ഭാര്യ എന്റെ ചർച്ചിലാണ്. അച്ഛൻ മാത്രം ചർച്ച വരുന്നില്ല. ഈ പുള്ളി മരിച്ചപ്പോ പള്ളിക്കാർ പറഞ്ഞ് നടക്കത്തില്ലെന്ന്. മക്കളൊന്ന് ചോദിച്ചു, എന്നാ ചെയ്യും പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, മറ്റുള്ളവരോടൊക്കെ ചോദിക്കാം. സഭയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അടക്കാൻ പറഞ്ഞു. അല്ല, എന്തോ ചെയ്യും? ഇത് ഉണങ്ങി വെക്കാൻ പറ്റുമോ? ഞാൻ അടക്കുക. ഞാൻ അടക്കുമ്പോ ഞാനിത് പറയേണ്ടി വന്നു, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക. ഇത് ഞങ്ങൾ പറയും. അച്ഛാ പറയത്തില്ലയോ? ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ റിജോ പാസ് എവിടെല്ലാം പോകേണ്ടി വരും? പറയത്തില്ലയോ? പറയുന്നു, ഞങ്ങൾ പറയും. അതുകൊണ്ട് ഉയർക്കുമെന്ന് കരുതരുത്. ഇത് ഞങ്ങളുടെ രീതിയാ, ഇത് ഞങ്ങളുടെ രീതിയാ. യേശുവിനെ പോലെ ആകത്തക്ക വിധത്തിൽ നമ്മൾ പാടും, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെ ആവണം സഹോദരിയെ, യേശുവെ പോലെ ആകണം കേട്ടോ. നിന്റെ ആ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തെ ഇന്ന് രാത്രി വിട്ടുകളയണം. ദേഷ്യം വന്ന ഉടനെ പാത്രം എറിഞ്ഞു പൊട്ടിക്കുന്ന നിന്റെ പരിപാടി അവസാനിപ്പിക്കണം. വീടിനകത്ത് യുദ്ധഭൂമിയാക്കുന്ന നിന്റെ ഇടപാട് നിർത്തിക്കോണം. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്നത് പോലെ. സഹോദരങ്ങളെ, എല്ലാ ദിവസവും പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. ഞങ്ങൾക്ക് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മോർണിംഗ് ഗ്ലോറി എല്ലാ ദിവസവും ഉള്ളത് 6:30 തൊട്ട് 7:30 വരെ. ഞങ്ങളുടെ ലൈവിൽ തന്നെ ഒരു 800 പേര് കാണും എല്ലാ ദിവസവും. അതുകൂടാതെ ഇത് ഹാർവസ്റ്റ് ടിവിയിൽ പോകുന്നുണ്ട്, 3 ചാനലിൽ പോകുന്നുണ്ട്. സ്തോത്രം. ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിന് എനിക്കൊരു പഞ്ഞവുമില്ല കേട്ടോ. സ്തോത്രം. എല്ലാ ദിവസവും പ്രസംഗം ഉണ്ടാക്കിയേ പറ്റും. ചില ദിവസങ്ങളിൽ 2 പ്രസംഗം ഉണ്ടാക്കണം. പ്രസംഗത്തിന് പഞ്ഞമൊന്നുമില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ, എനിക്കറിയാം ഇത് പറഞ്ഞാൽ കൈയടിക്കത്തില്ലെന്ന്, എനിക്കറിയാമെന്ന്. കൈയടിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പ്രസംഗിക്കുന്നത്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ ആര് പറയും? കൈയടിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ സഭകളിൽ സ്പ്രെഡ് ചെയ്യപ്പെടണം. ക്രിസ്തുവിന്റെ ക്യാരക്ടർ
നമ്മുടെ സഭകളിൽ സ്പ്രെഡ് ചെയ്യപ്പെടണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മത്തായി 5:48 യേശു പറയുന്നു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും. യേശു ഉയർത്തപ്പെടണം, യേശു ഉയർത്തപ്പെടണം. ഇത് സംഭവിക്കുമ്പോൾ തന്നെ അദൃശ്യമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ വെട്ടപ്പെടും. പഴയ പാമ്പിന്റെ ശക്തി, മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവൻ പഴയ പാമ്പിന്റെ വിഷം പൊളിയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. എനിക്കറിയാം കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവിടുത്തെ സാന്നിധ്യം ഈ രാത്രി ചിലരെ തൊട്ടോണ്ടിരിക്കുകയാണ്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടത് ആകുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോവാം. ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, യേശുവേ എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് വേണം, എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് വേണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദയവായിട്ട് ആ കണ്ണുകളെല്ലാം ഒന്നടച്ച്, ആ കണ്ണുകളെല്ലാം ഒന്നടച്ച്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, എല്ലാ ദരങ്ങളും ഒന്ന് തുറന്നേ, എല്ലാ ദരങ്ങളും ഒന്ന് തുറന്നേ. എല്ലാ ദരങ്ങളും തുറന്നേ. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചേ, കുഞ്ഞുങ്ങളൊക്കെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഇവിടെ അലക്ഷ്യമായിട്ടിരിക്കരുത്. ഈ സമയത്ത് ആരും ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പോകരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹോസന്ന പാടുകേ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചൊന്ന് പാടിക്കേ. ഹല്ലേലൂയ ഹോസന്ന പാടുക. ഹല്ലേലൂയ ഹോസന്ന അഭിഷേകത്തിൽ പാടുകേ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. അക്കരമൊന്ന് ഉയർത്തി പിടിച്ച് പാടിക്കേ. ഹല്ലേലൂയ ഹോസന്ന പാടുക. ഓ ഹല്ലേലൂയ ഹോസന്ന, ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ ഹോസന്ന പാടുക, പാടുക, ഉച്ചത്തിൽ പാടുകേ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന, ഓ ഹല്ലേലൂയ ഹോസന്ന. അത്യുച്ചത്തിൽ പാടും ഞാൻ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്, എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ്. അങ്ങെത്രയോ മഹോന്നത. ഉച്ചത്തിൽ എല്ലാവരും ചേർന്നത് പാടുകേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. അങ്ങെത്രയോ, അങ്ങെത്രയോ മഹോ. ഒരിക്കൽ കൂടെ പാടുകേ. അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ. അഭിഷേകത്തിൽ പാടുകേ. അങ്ങെത്രയോ മഹോന്നത. മഹോന്നതൻ. അത്യുച്ചത്തിൽ
അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ, അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ, ഓ അങ്ങെത്രയോ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവേ, ഞാനും എന്റെ തലമുറയും ഈ പഴയ പാമ്പിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി തെറ്റിപ്പോകുവാൻ ഇടവരരുത്. ആത്മാവിൽ പ്രാർത്ഥിയെ. പ്രായമുള്ളവർ തൊട്ട് പ്രായം കുറഞ്ഞവർ വരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പ്രായമുള്ളവർ തൊട്ട് പ്രായം കുറഞ്ഞവർ വരെ പ്രാർത്ഥിക്കുക. ഞാനും എന്റെ തലമുറയിൽ തെറ്റിപ്പോകരുതേ. യേശുവേ, അങ്ങയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടൊരു ജീവിതം ഞങ്ങൾക്ക് തരണം. എനിക്കറിയാം, ഇന്ന് രാത്രി ഭക്തരായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. അഭക്തർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. തലമുറയെ കുറിച്ച് ഉത്തരവാദിത്വം ഉള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. തലമുറയെ കുറിച്ച് ഉത്തരവാദിത്വം ഇല്ലാത്ത ആരും പ്രാർത്ഥിക്കരുത്. ആമേൻ. വേഗന്ന് ആത്മീയർ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാനും എന്റെ തലമുറയും അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ ഞങ്ങൾ തെറ്റിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കത്തക്ക വിധത്തിൽ ഒരാത്മീയ അനുഭവം ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ചേ. ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ചേ. പരിസരം മറന്ന് പ്രാർത്ഥിച്ചേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ, മദ്യപാനത്തിലേക്ക്, പിന്മാറ്റത്തിലേക്ക് പിശാച് വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് പോയ ചിലർ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി മടങ്ങി വരട്ടെ. അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി മനുഷ്യന്റെ അവൻ വടിയാലും ദണ്ഡനങ്ങളാലും കർത്താവ് ചിലരെ സന്ദർശിക്കുമെന്ന് സങ്കീർത്തനം 89 പറയുന്നത് പോലെ സ്വർഗം ചിലരെ സന്ദർശിക്കട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് ചിലതിനെ നശിപ്പിക്കാമെന്ന്, നിന്റെ കുടുംബത്തിനകത്ത് ചിലതിനെ തകർക്കാമെന്ന് സാത്താന്യ മണ്ഡലങ്ങൾ കരുതി വച്ചിരിക്കുന്ന ചില പ്ലാനുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുന്നു. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ചില പിന്മാറ്റങ്ങളുടെ കേട്ട് ഇന്ന് രാത്രി പൊട്ടട്ടെ. പിന്മാറ്റങ്ങൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ കുട്ടിക്കളികൾ, അഭക്തികൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ എത്ര പറഞ്ഞിട്ടും ഭക്തിയിലേക്ക് വരുന്നില്ല. എല്ലാവരും തമാശ പോലെ ഇന്ന് രാത്രി പഴയ പാപിന്റെ സ്വാധീനം യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. ആ കരം ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞുവെങ്കിൽ ഈ രാത്രി കരമടിച്ച് പോരാടി പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ചില ദുരന്തങ്ങൾ വിതയ്ക്കുവാൻ, ചില പ്രശ്നങ്ങൾ ഒരുക്കുവാൻ ആമേൻ, തലമുറയെ ആമേൻ വെല്ലുവിളിച്ചുകൊണ്ട് വ്യാപരിക്കുന്ന ആ ഇരുട്ടിന്റെ കെട്ട് നിർത്തരുത്. അഭിഷേകത്തിൽ ആരാധിച്ച് ഇതൊരു സാധാരണ രാത്രിയല്ല, ഇതൊരു വലിയ വിടുതന്റെ രാത്രിയാണ്. ശിമോനെ, സാത്താൻ നിന്നെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. അവയെ ക്രമത്തിൽ ഇന്ന് രാത്രി ചില കുടുംബങ്ങളെ ശിഥിലമാക്കാൻ, കുടുംബ കോടതിയുടെ തിണ്ണയിൽ കയറ്റി നിർത്താൻ സാത്താന്യ മണ്ഡലങ്ങൾ ഒരുക്കി വെച്ച പദ്ധതികൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ തെറ്റുകയല്ല, വഞ്ചിക്കപ്പെടുകയല്ല, ചതിക്കപ്പെടുകയല്ല. യേശുവിനോടുള്ള ഹൃദയ നിർമ്മലതയിൽ ജീവിക്കുന്നവർ ജയാളികൾ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബലഹീനതകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ സകല പ്രവൃത്തികളും അഴിയട്ടെ.
അഴിയട്ടെ, ആത്മാവിൽ ആരാധിച്ചാലേ. യേശു മതി, അസ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഒരുമിച്ച് പാടിക്കേ. യേശു മതി, അസ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി. യേശു മതി, യേശു മതി, അസ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. പാടുക. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായി. കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാൽ. സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. സാന്നിധ്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാൽ. ഓ ആത്മ കണ്ണുകളാലേ. ഓ കൃപയുടെ ഉറവിടമേ. ഓ കൃപയുടെ പാടുക. ഓ കൃപയുടെ ഉറവിടമേ. ഓ കൃപയുടെ ദയാവാനേ, കൃപ വേണമപ്പ. കൃപ വേണമപ്പ, ഓ കൃപ വേണമപ്പ ഈ ചോരികതേ. കൃപ കൃപ വേണം. കൃപ വേണമപ്പ ഈ മക്കൾക്ക്. കൃപ 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 വേണമപ്പ. കൃപ വേണമപ്പ, വേണമപ്പ ഈ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ. കൃപ വേണമപ്പ, യെസ് യെസ്. വേണമപ്പ ഈ മക്കൾക്ക്. ഓ കൃപ വേണമപ്പ. ജഗരം തുമന ശഗരം തഗരം സനദാനഗരം ദേ. ജഗരം തുമന ശഗരം തുമന ശഗരം തനരം ദേ. അടഗന ജാലഗരം ആ. ജഗനഗരം സുമനച്ചേ. ജഗനഗരം തഗനച്ചേ. ജഗനഗരം തോരികതേ. ജഗനഗരം തേരികതേ. ജഗനഗരം തോരികതേ. ജഗനഗരം തോരികതേ. ജഗനഗരം തേരികതേ. ജഗനഗരം തോരികതേ. ജഗനഗരം തോരികതേ. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ജീസസ്, 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 ജീസസ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തെറ്റിക്കുന്ന സ്വാധീനങ്ങളുണ്ട്, വഞ്ചിക്കുന്ന സ്വാധീനങ്ങളുണ്ട്. ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ചലിക്കരുത്. വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവേ പ്രവേശിക്കട്ടെ എന്ന് വായിക്കുന്നത് പോലെ ഞങ്ങളുടെ വീടുകളിൽ അങ്ങ് വസിച്ചാൽ മതി. മഹത്വത്തിന്റെ രാജാവ് വസിച്ചാൽ മതി. ഞങ്ങളുടെ തലമുറയിൽ മഹത്വത്തിന്റെ രാജാവ് വസിച്ചാൽ മതി. ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നതിന് നന്ദി. എവിടെയും അങ്ങേ ഉയർത്തുന്ന ശുശ്രൂഷ ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തലമുറ അങ്ങേ മാത്രം കാണട്ടെ. അവരുടെ കണ്ണിന് മുന്നിൽ വേറൊന്നും കാണാതിരിക്കട്ടെ. ഒരശുദ്ധിയും കാണാതിരിക്കട്ടെ, ഒരു പാപവും കാണാതിരിക്കട്ടെ. ഞങ്ങളുടെ തലമുറ യേശുവിനെ കാണട്ടെ. കർത്താവ് അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആദ്യുച്ചത്തിൽ കർത്താവിനെ ഒന്ന് ആർത്ത് വിളിച്ച് ആരാധിച്ചാണ്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് ആദ്യുച്ചത്തിൽ